Hi guys, welcome back to another video. In the video നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് AWSൽ എങ്ങനെയാണ് ഒരു ലിനക്സ് സെർവർ ഉബുണ്ടു സെർവർ നിങ്ങളെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങി അത് നമ്മുടെ കമാൻഡ് വഴി SSH വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വരെ എങ്ങനെ അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോയിൽ നടക്കാം. നിങ്ങളിപ്പോൾ AWS അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നോക്കിയിട്ട് സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് തോന്നുന്നു. ചെയ്യുന്നത് ഇത് മുന്നേ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ചിൽ EC2 എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് EC2ൽ നിങ്ങൾക്ക് ഒരു ക്ലൗഡ് സെർവർ വാങ്ങാൻ പറ്റും. ഒരു സർവീസാണ് AWS പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു കൺസോൾ വരും. അതിനകത്ത് ലോഞ്ച് ഇൻസ്റ്റൻസ് എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഒരു നെയിം ആൻഡ് ടാഗ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ OS ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ലിനക്സ്, മാക്ക്, ഉബുണ്ടു, വിൻഡോസ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ലിനക്സിലാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ലിനക്സ് യൂസ് ചെയ്യാം. ഉബുണ്ടും അതുപോലെ ലിനക്സ് ബേസ് ആയിട്ടുള്ളൊരു മെഷീനാണ്, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പം ഞാനിതിൽ ഉബുണ്ടു ആണ് ചൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഫ്രീ ടയർ, അതായത് നിങ്ങൾ വെറുതെ ടെസ്റ്റിങ്ങിന് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള മെഷീൻസ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള മെഷീൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡിഫോൾട്ടായിട്ട് അതാണ് സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റൻസ് ടൈപ്പിലും നിങ്ങളിവിടെ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള ഇത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് അതിലുള്ള ഫീച്ചേഴ്സ് കാണിക്കും. 1 GB മെമ്മറി, 1 CPU, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ്. ഇപ്പോൾ ഇതിൽ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ളതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. ഓക്കെ, ഇവിടെ അലോ SSH ട്രാഫിക് ഫ്രം എനിവർ എന്നുള്ളതുണ്ട്. അത് ഓക്കെ. അതിനുശേഷം വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കീ പെയർ, ഒരു കീ വേണം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ക്രിയേറ്റ് എ ന്യൂ കീ പെയർ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ് എന്ന് കൊടുക്കാം. ഇതിൽ RSA ഉണ്ടാവും, ഡിഫോൾട്ടായിട്ട് .pem എന്നുണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ മെഷീൻ SSH വഴി നമ്മളെ സിസ്റ്റം വഴി AWSലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് പെയർ കൊടുക്കാം. നമുക്കിത് ഒരു ഡൗൺലോഡ് ചെയ്യാനൊരു PM ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളതൊരു ഫോൾഡറിൽ അത് സെറ്റ് ചെയ്തേക്കാം. ഞാൻ ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡറിനകത്ത് ഞാനത് സേവ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡിസ്കിൽ. ഇപ്പോൾ അത് സേവ് ചെയ്തു. ഇപ്പോൾ അതാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലോഞ്ചിങ് ഇൻസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻസ് ഇനീഷ്യലൈസ് ആയി. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ID കാണിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ലോഡാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോളിൽ EC2ൽ പോയി കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ഇൻസ്റ്റൻസ് റണ്ണിങ് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഇൻസ്റ്റൻസ് കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് റണ്ണിങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻസ് AWSൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സെർവർ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലോട്ട് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഇൻസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SSH ക്ലയൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോവാം. ഇതിൽ പോയിട്ട് നിങ്ങൾ ഈ കോഡ് കോപ്പി ചെയ്യാം. ഈ എക്സാമ്പിൾ കണക്ട് ചെയ്യാനുള്ള എക്സാമ്പിൾ SSH ക്ലയൻറ്റ് ഓപ്പൺ ചെയ്ത് ലൊക്കേറ്റ് യുവർ പ്രൈവറ്റ് കീ ടു ടെസ്റ്റ് PM റൺ കമാൻഡ് ഇഫ് നെസസറി. ഓക്കെ, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു കീ തന്നിട്ടില്ല. ആ കീ എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കലി അവൈലബിൾ ആവരുത്, അത് പ്രൈവറ്റ് ആയിരിക്കണം. അതായത് ആക്സസിബിൾ ആവരുത്, പബ്ലിക് ആക്സസിബിൾ ആവരുത്. എന്നിട്ട് നിങ്ങൾ ആ ഫോൾഡറിനകത്ത് പോയിട്ട് ആ കീ വെച്ച് നമുക്ക് ഈ SSHനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലോട്ട് പോവാണ്. അപ്പോൾ ഇതിൽ ടെസ്റ്റിനകത്താണ് ഞാൻ ചെയ്തത്. ഇതിനകത്ത് വന്നിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്.
ഇവിടുന്ന് ഇപ്പം ഞാൻ ആ ടെസ്റ്റ് എന്നുള്ള ഫോൾഡറിലാണ് വന്നിട്ടുള്ളത്, നേരത്തെ ഓപ്പൺ ചെയ്തത്. അതിനകത്ത് അതിനകത്ത് ഞാൻ ആ ഫോൾഡറിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്തു. അതായത് ആ ഡയറക്ടറിയിൽ നിന്നിട്ടാണ് ടെർമിനൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം e/test. അപ്പോൾ ആ ഡയറക്ടറിയിൽ നിന്നിട്ട് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ AWS നിന്ന് കോപ്പി ചെയ്ത ഈ കോഡ് അടിക്കണം. അത് ഷുവർ വി വാണ്ട് ടു കണ്ടിന്യൂ ടു കണക്ട്. അപ്പോൾ യെസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ടാവും. ബാഡ് പെർമിഷൻ, ട്രൈ റിമൂവ് പെർമിഷൻ. അതായത് ഈ ഫയൽ ഈ കീ പ്രൊട്ടക്റ്റഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളത് പ്രൊട്ടക്റ്റഡ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി വിൻഡോസിൽ നമുക്ക് ഇവിടെ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്, chmod 400. ഇത് വിൻഡോസിൽ റൺ ചെയ്യാത്ത കമാൻഡാണ്, വർക്ക് ചെയ്യാത്ത കമാൻഡാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്താൽ വർക്ക് ചെയ്യില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, ഇത് നോട്ട് റെക്കഗ്നൈസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ കമാൻഡ് ഏതാ നോക്കാം. അപ്പോൾ വിൻഡോസിൻ്റെ കമാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു കമാൻഡ് റൺ ചെയ്തു. ആ പെർമിഷൻ ഓർഡർ പോകാൻ വേണ്ടിയിട്ട് inheritance:r എന്നുള്ളൊരു കമാൻഡ് സക്സസ്ഫുള്ളി പ്രോസസ് എന്നാണ് കാണിക്കുന്നത്. അതായത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് ഇടുന്നതാണ് അത് പറയുന്നത്. ആ കമാൻഡ് നമുക്ക് പെർമിഷൻ വീണ്ടും സെറ്റ് ചെയ്ത് നോക്കാം. സക്സസ്ഫുള്ളി പ്രോസസ് ആണ്. ഓക്കെ, ഇനി അത് ആക്സസിബിൾ ആണോ നോക്കണം. ഓക്കെ, അതിന് പെർമിഷൻ കറക്റ്റാണ്, അത് കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മളൊന്നുകൂടെ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റായി. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ആമസോണിൻ്റെ ക്ലൗഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഉബുണ്ടു എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റിമൂവ് ഈ അതോറിറ്റി എന്നുള്ള കോഡ് റൺ ചെയ്യുക നിങ്ങളെ ഫോൾഡറിൽ കയറിയിട്ട്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു inheritance:r എന്നുള്ള കമാൻഡ് റൺ ചെയ്യുക. അതിനുശേഷം ഈ കറണ്ട് യൂസർക്ക് ഇതിനുള്ള പെർമിഷൻ, റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. കൊടുത്താൽ ഞാൻ കീ സെക്യൂർ ആവും. അതിനുശേഷം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് വാങ്ങി ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പോൾ Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. apt ഇൻസ്റ്റാൾ നോഡ്, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങളെ വെബ്സൈറ്റ് റൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൻ്റെ കമാൻഡും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പെർമിഷൻ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫയലിൻ്റെ നെയിമും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.